Meet the editors. കുറിച്ചുള്ള അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എക്സാലോജിക്കിനും CMRLനും ഒപ്പം പൊതുമേഖലാ സ്ഥാപനമായ KSIDC കൂടി ഉൾപ്പെട്ടത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നൽകിയ നോട്ടീസിന് KSIDC മറുപടി നൽകിയില്ല എന്ന വിവരം കൂടി പുറത്തു വന്നതോടെ ഫണ്ട് ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് സർക്കാർ മറപിടിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമായി. കേന്ദ്ര അന്വേഷണം വ്യക്തിക്കെതിരെയല്ലെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തൽ. റിപ്പോർട്ട്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടി പറ്റിയെന്ന ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ വന്നപ്പോൾ പ്രതിരോധിക്കാനായിരുന്നു മുഖ്യമന്ത്രിയും CPIയും ശ്രമിച്ചത്. രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യമായ സാമ്പത്തിക ഇടപാടെന്ന വാദമുയർത്തിയായിരുന്നു പ്രതിരോധം. എന്നാൽ വിവാദത്തിന് ചുവടുപിടിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ആ പ്രതിരോധം അപ്പടി തകരുകയാണ്. കമ്പനി നിയമങ്ങളുടെ ലംഘനമുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിനെ തുടർന്നുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും CPIയും സുതാര്യമെന്ന് അവകാശപ്പെട്ട ഇടപാടിലാണ് ഈ വഴിത്തിരിവ്. മാസപ്പടി ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സർക്കാരും ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. എക്സാലോജിക്കിനും CMRLനുമൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ KSIDC കൂടി അന്വേഷണ പരിധിയിൽ വന്നതാണ് സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്നത്. അന്വേഷണം നേരിടുന്ന എക്സാലോജിക്കിനെയും CMRLനെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചുവെന്ന് സംശയിക്കാവുന്ന പരാമർശവും കേന്ദ്ര ഉത്തരവിലുണ്ട്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി KSIDCക്ക് നോട്ടീസ് അയച്ചെങ്കിലും പ്രതികരിച്ചില്ലെന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ പറയുന്നത്. ഇതും അതീവ ഗുരുതരമായ കാര്യമാണ്. അന്വേഷണം രാഷ്ട്രീയപ്രേരിതമെന്നാണ് CPIM നേതൃത്വത്തിൻ്റെ പ്രതികരണം. ഇങ്ങനെ കുറേ ഏജൻസികളെ വെച്ച് കുറേ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. KSIDC ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ അതിൻ്റെ MDയോട് ചോദിക്കൂ. അപ്പോഴവർ പറയും എന്തുകൊണ്ട് കൊടുത്തില്ല റിപ്ലൈ എന്നുള്ള കാര്യം. അതെങ്ങനെ നിങ്ങളിപ്പോൾ വന്ന് ചോദിച്ചാൽ ഞാനെന്ത് മറുപടി പറയാനാണ്? വീണ വിജയന്റെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും അന്വേഷണത്തിൽ രാഷ്ട്രീയം സംശയിക്കുന്നു. കണ്ടല്ലേ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ബാക്കി നോക്കാം, കാര്യങ്ങൾ നോക്കാം. അന്വേഷണ തീരുമാനത്തിൽ ദുഷ്ടലാക്കുണ്ടോ എന്ന സംശയം CPIക്കുമുണ്ട്. അന്വേഷണം നിഷ്പക്ഷമായിരിക്കും ഉറപ്പാക്കണം. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ കേന്ദ്രത്തിൻ്റെ എല്ലാ അന്വേഷണങ്ങളും നിഷ്പക്ഷമല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്താ? അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള യന്ത്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. അന്വേഷണം ശരിയായി നടക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്നത്. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. അല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. കേരളത്തിലെ CPM നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെയും CPIMനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് വീണ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം ഇതാണ്: അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമോ? സുജയപാർവതി, ഈ CMRL എക്സാലോജിക് കമ്പനി വിഷയം നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു എന്ന് കരുതിയതാണ്. ആ ഘട്ടത്തിലാണ് ഇത് ഈ ചാരം മൂടിക്കിടക്കുന്നതിൽ നിന്ന് പറന്നുയരുന്നത് പോലെ വീണ്ടും ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം വരുന്നത്. എങ്ങനെ കാണുന്നു? രാഷ്ട്രീയ പ്രേരിതമാണോ? രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലും മാത്രമല്ല, ഇത് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മക്കൾ ഉൾപ്പെടുന്ന തരത്തിലേക്ക് ആണല്ലോ ആരോപണം ചെന്ന് നിൽക്കുന്നത്. വീണ വിജയൻ എന്നതിനേക്കാളും ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അപ്പോൾ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കിയേക്കാം. പക്ഷേ ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വകുപ്പാണ്, അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, അങ്ങനെ അവരാണ് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് നടന്നത് എന്ന ആ ഒരു വാർത്താക്കുറിപ്പ് അന്നിറക്കിയതിൽ അതേ ആർജവത്തോടെ, അതെ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള ആ ഒരു സുതാര്യമായ ഇടപാടാണ് അവിടെ നടന്നതെങ്കിൽ പിന്നെ സർക്കാരിനൊന്നും ഭയക്കേണ്ടതില്ല. അങ്ങനല്ല, നിയമപരമായ കാര്യം. സുതാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് പുറത്തു വരും. നിയമപരമായ ഇടപാടെന്നാണ് പറഞ്ഞത് CPM പ്രസ് റിലീസിൽ. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും മറയ്ക്കാനില്ല എന്നും CPIM എന്ന് പറഞ്ഞിരുന്നു. സൗണ്ട് ബൈറ്റ്സിലെല്ലാം ഉണ്ടായിരുന്നു. CPIM ഒന്നും മറയ്ക്കാനില്ല. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായി ആരോപണം കൊണ്ടുചെന്ന് എത്തിക്കാനുള്ളൊരു ലക്ഷ്യമാണെങ്കിൽ അന്വേഷണത്തിലൂടെ അത് പരാജയപ്പെടുമല്ലോ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയാണ്, നമുക്കറിയാം. ഇന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് കൃത്യമായി പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ വരുന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ അന്വേഷണത്തെക്കുറിച്ച് വിശദമായൊന്നും പ്രതികരിക്കാൻ ഇന്ന് ഇടതുപക്ഷത്തു നിന്ന് നേതാക്കൾ
ബിനോയ് വിശ്വത്തിന്റെ അടുത്തേക്ക് ഒക്കെ ഇന്ന് സൗണ്ട് ബൈറ്റിനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരാരും അതിന് തയ്യാറായിട്ടുമില്ല. ഇതിൽ പ്രധാനമായുമുള്ള ചില ഘടകങ്ങളുണ്ട്. CMRL അതോടൊപ്പം തന്നെ ഈ KSIDC ഈ രണ്ടിലേക്കും കൂടി എക്സാലോജിക്കിന് പുറമെ ഇത് രണ്ടിലേക്ക് കൂടിയുള്ള അന്വേഷണമാണ് ഇന്നലെ ഇറങ്ങിയ ഉത്തരവിൽ കൃത്യമായി പറയുന്നത്. അപ്പോൾ അതിൽ പുതുതായി വരുന്നത് ഈ ചെലവുകൾ പെരുപ്പിച്ച് ലാഭം മറച്ചു വെച്ചതോടുകൂടി 14% ഓഹരിയുള്ള KSIDCക്ക് ലാഭവിഹിതം അതിനുള്ള അവസരം നഷ്ടമാകുന്നു. ആ ലാഭവിഹിതം നഷ്ടമാകുന്ന അവസരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അതിന്മേൽ ഒരു കംപ്ലൈന്റിന് പോലും അവർ തയ്യാറാകുന്നില്ല? ആ ചോദ്യം പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വ്യവസായ വികസന കോർപ്പറേഷന് അവകാശപ്പെട്ട ഒരു ലാഭവിഹിതം കിട്ടാതിരിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിൽ ചെലവുകൾ പെരുപ്പിച്ചു വെച്ച് പല ഹെഡ്സിൽ ഇന്ന ചെലവുകളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് CMRL അങ്ങനെ നമ്മുടെ സർക്കാരിനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, KSIDCയെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിലൂടെ ഞാൻ ഉറ്റുനോക്കുന്നത് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവന്ന് എന്താണ് ഈ കേസിന്റെ മെറിറ്റ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടന്നത് എന്നതിൽ ഒരു വ്യക്തത വരുത്തണം എന്നതാണ്. 4 മാസം എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. ഇന്നലെയാണ് ഉത്തരവ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെയ് മാസം 12-ാം തീയതി അതാണ് ആ 4 മാസം തീരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് അതിനുള്ളിൽ തന്നെ പൂർത്തിയാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി പൂർത്തിയാകുന്ന അല്ലെങ്കിൽ വോട്ടെണ്ണലിലേക്ക് എത്തുന്ന മെയ് 3-നാണ് കഴിഞ്ഞ 2019 വോട്ടെണ്ണൽ നടന്നത് അല്ലേ? അപ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന ഒരു ഘട്ടം അത് വെച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇന്ന് പറയുന്നത്, ഞാൻ മാത്രമാണ് പരാതിക്കാരൻ, തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ടല്ല, തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷമായിരിക്കുമല്ലോ ഇത് പുറത്തു വരുന്നത്, അങ്ങനെയുള്ള രാഷ്ട്രീയ ലക്ഷ്യമല്ല, വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുകൂടി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നു. അതായത് തന്റെ പിതാവ് PC ജോർജിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ രീതി, ആ കിരാതമായ രീതിയോടുള്ള തന്റെ പ്രതിഷേധം എന്ന നിലയിലാണ് ഈ കേസിലേക്ക് വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോഴാണ് എനിക്ക് ഈ KSIDCയുടെ ലാഭവിഹിതം നഷ്ടപ്പെടുന്നുവെന്ന പ്രധാനപ്പെട്ട വസ്തുത കൂടി ബോധ്യപ്പെട്ടത് എന്നൊക്കെയാണ് ഷോൺ ജോർജ് എന്ന് പറഞ്ഞു വെക്കാനായി ശ്രമിച്ചത്. ഈ ആദായ നികുതി ബോർഡിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. ഈ 1.72 കോടിയെക്കുറിച്ചും ആ കണക്കൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന തരത്തിൽ പരിചിതവുമായിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കിട്ടിയ പരാതി എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് 2013 210(1)(c) ആ സെക്ഷൻ പ്രകാരമുള്ള അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. ആ അന്വേഷണത്തിലൂടെ ഈ പറയുന്ന മാസപ്പടി എന്നുള്ള ആ ഒരു ഭാഗമല്ല, ഇവർ തമ്മിലുള്ള ഇടപാടുകൾ, എക്സാലോജിക്ക് നടത്തിയിട്ടുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, അതിന്മേലുള്ള ഒരു മറ നീങ്ങുന്നതായിരിക്കും ഉണ്ടാവുക. അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് കഴിയുന്ന ഒരു സാഹചര്യവും ഒരുപക്ഷെ ഉണ്ടായേക്കാം. മാത്രമല്ല ഇതിൽ മറുഭാഗത്തേക്കാണ്, അതായത് ഒരു വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് എക്സാലോജിക്ക് നടത്തിയിട്ടുണ്ട്. രൂപീകരിച്ച ആദ്യ വർഷം വലിയ വരുമാനമൊന്നുമില്ല, അത് കഴിയുമ്പോൾ പൊടുന്നനെ വരുമാനത്തിലേക്ക് കയറുന്നു, അത് കഴിയുമ്പോൾ കമ്പനി ക്ലോസ് ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത്? അതിനിടയിൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾക്ക് മറയാക്കിയോ? ഒരു കടലാസ് കമ്പനിയാണോ ഇത്? എന്തിനാണ് ഈ കമ്പനി രൂപീകരിച്ചത്? അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലക്ഷ്യത്തിലെത്താതെ എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നത്? ഇതെല്ലാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ കമ്പനി ആക്റ്റീവ് ആകുന്നതും ഈ പണം കൈമാറ്റം നടക്കുന്നതും. ആ ഒരു ഫാക്ട് അവിടെ നിൽക്കുമ്പോൾ അതിന്മേലൊരു അന്വേഷണം നടക്കുന്നതും മറ നീങ്ങുന്നതും പിണറായി വിജയന് തന്നെ നല്ലതാണ്. ഒന്നുമില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഈ അന്വേഷണത്തിലും ക്രമക്കേടുകളില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുക പിണറായി വിജയന് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മറിച്ചാണെങ്കിൽ ഗുരുതരമായ ക്രമക്കേടുകൾ എക്സാലോജിക്കിന്റെ മറവിൽ ഇങ്ങനെയുള്ള ദുരൂഹമായ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുക്കും. അതിനുശേഷം കൃത്യമായി ഈ ക്രമക്കേടുകൾ നടന്നു എന്ന് തെളിയുന്ന ഘട്ടത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു കറുത്ത പാടായി മുഖ്യമന്ത്രി പിണറായി വിജയന് മേൽ വീഴും. കാരണം വീണ വിജയൻ അദ്ദേഹത്തിന്റെ മകളാണ്. ഒരു പ്രോമിനന്റ് പേഴ്സൺ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലൂടെ ചില സഹായങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഇവർക്ക് പണം കൈമാറ്റം നടത്തിയെന്ന ആരോപണം കൂടുതൽ ബലപ്പെടുത്താനും ഉന്നയിക്കാനും അങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായാൽ കഴിയുകയും ചെയ്യും. ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് ഈ അന്വേഷണം എങ്ങും ചെന്നെത്തില്ല, കാരണം സംഘപരിവാർ CPIM ധാരണ ഈ മാസപ്പടി കേസിലും ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഇത് രാഷ്ട്രീയമായി ഏറ്റെടുക്കാൻ വലിയ രീതിയിൽ തയ്യാറാകുന്നില്ല എന്നതാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത്. പൊതുമരാമത്ത് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിനെ വ്യക്തിപരമായി ആക്രമിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇന്ന് മറ്റൊരു വാചകം കൂടി പറഞ്ഞിട്ടുണ്ട്. കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴായിരിക്കും പിടിക്കപ്പെടുക. അത്തരം ഒരു മാങ്ങയാണ് എക്സാലോജിക്. അങ്ങനെ ഒരു മാങ്ങയാണോ എക്സാലോജിക് എന്ന് അറിയാൻ എനിക്കും വ്യക്തിപരമായി താല്പര്യമുണ്ട്. നേരത്തെ കണ്ടതും പറഞ്ഞതും ചർച്ച ചെയ്തതുമായ വിഷയമാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ സ്വാഗതം ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ KSIDCക്കെതിരായ അന്വേഷണം അതിനെ ഞാൻ ഗുരുതര സ്വഭാവത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം ക്രമക്കേടുകൾക്ക് വ്യവസായ വകുപ്പ് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, എക്സാലോജിക്കിനെ ഒരു കടലാസ് കമ്പനി എന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര
ഗുരുതരമായ ക്രമക്കേട് തന്നെയാണ്. അങ്ങനെ ഒരു ക്രമക്കേടിന് കൂട്ടുനിൽക്കുന്നതിന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് അറിഞ്ഞുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതറിയാൻ ഒരു പൊതുജനം, ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കും അവകാശമുണ്ട്. CMRLനെതിരെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ KSIDC നിയമ നടപടിക്ക് പോകാതിരുന്നത്? അവർക്ക് ലഭിക്കേണ്ട ലാഭവിധം ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായി ആരും ചെയ്യുന്നതാണ്, 14% കിട്ടേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് നിയമ നടപടിക്ക് പോയില്ല എന്ന ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വം ഇതിൽ രാഷ്ട്രീയമായ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പാർട്ടി നേതൃത്വം വിശദീകരിക്കുമെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് പറഞ്ഞത്. മന്ത്രി P രാജീവ്, വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹമാണല്ലോ പ്രതികരിക്കേണ്ടത്, അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ഇതിൽ ഒരു അന്തർധാരയിൽ ഈ അന്വേഷണം അവസാനിക്കാതെ സത്യം പുറത്തു വരണം എന്നതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ഞാൻ ഈ അന്വേഷണത്തെ രാഷ്ട്രീയ പ്രേരിതം എന്ന നിലയിൽ തന്നെയാണ് സമീപിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഷോൺ ജോർജ് ഇന്നത്തെ ഈവനിംഗ് ഷോയിൽ തന്നെ ഈ കേസ് കൊടുക്കുന്ന പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട്. അതൊരു പേഴ്സണൽ വെഞ്ചൻസ് ആണ്, രാഷ്ട്രീയ പ്രേരിതം എന്നതിനും അപ്പുറത്തേക്ക് വ്യക്തിപരമായൊരു വൈരാഗ്യം. ഷോൺ ജോർജ് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്, ഇനി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞു. ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ വ്യക്തി വൈരാഗ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ വ്യക്തി വൈരാഗ്യം നമുക്കറിയാം, PC ജോർജ് ഇപ്പോൾ നിൽക്കുന്നത്, ആ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി നിൽക്കുന്നത് NDA ക്യാമ്പിലാണ് നിൽക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസ് ഉത്ഭവിക്കുന്നതിന് പിന്നിൽ വ്യക്തിപരമായ ഒരു വൈരാഗ്യമുണ്ട് ഈ കേസിലേക്ക് വരുമ്പോൾ. എന്നാൽ ഞാനതിനെ കാണുന്നത് ഒരു പടി കൂടി കടന്നുകൊണ്ടാണ്. എന്താണ് ഈ കേസിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ കേസിൽ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കമ്പനി നിയമത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് അത് വ്യക്തികൾക്കെതിരെ ആ കേസ് ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെതിരെയോ ഏതെങ്കിലും തരത്തിൽ വീണ വിജയൻ കൺസൾട്ടൻസി വാങ്ങിയ കേസിലോ ഈ പറയുന്ന കമ്പനി നിയമം ഉൾപ്പെടുത്താൻ കഴിയില്ല. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും CMRL എന്ന കമ്പനിയും KSIDCയുമാണ് നിലവിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇതിൽ KSIDCക്ക് ലാഭവിഹിതം കുറച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം പറയുന്നത്. പക്ഷേ ഇന്റരിം സെറ്റിൽ ബോർഡിന്റെ റിപ്പോർട്ട്, അതായത് KSIDCക്ക് 14% ഷെയറുണ്ട് CMRLൽ. അപ്പോൾ CMRL ഇൻഫ്ലേഷൻ വരുത്തിയാൽ, എക്സ്പെൻസ് ഇൻഫ്ലേഷൻ വരുത്തിയാൽ അത് സ്വാഭാവികമായും KSIDCക്ക് കിട്ടേണ്ട 14 ഷോൺ ജോർജ് അടക്കമുള്ള ഉന്നയിച്ചു. അതാണ് ഈ കേസ് പ്രധാനപ്പെട്ട പരാതിയിൽ ഉന്നയിച്ചു. അതാണ് ഇപ്പം സുജയ ആവർത്തിച്ച് പക്ഷേ അവിടെ രസകരമായ ഒരു കാര്യം, ഷോൺ ജോർജ് പറഞ്ഞതാണ്. പക്ഷെ അതിനകത്തൊരു അപകടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് യഥാർത്ഥത്തിൽ കേൾക്കൂ, എന്തിനാണ് ഈ എക്സ്പെൻഡിച്ചർ ഇൻഫ്ലേഷൻ നടത്തിയത് CMRL കമ്പനി? ഈ ഇൻഫ്ലേഷൻ നടത്തിയത് ടാക്സ് ഇവേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ടാക്സ് ഇവേഷൻ മൂലം ആരുടെ പ്രോഫിറ്റാണ് കൂടുക? കമ്പനിയുടെ പ്രോഫിറ്റാണ് കൂടുക. അത് കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ടാക്സ് ഇവേഷൻ നടത്തി എന്ന് പറയുമ്പോൾ ലാഭവിഹിതം എങ്ങനെ കുറയും? ഇതിൽ ചെലവ് പെരുപ്പിച്ച് കാട്ടുമ്പോൾ, അതായത് ടാക്സബിൾ അല്ലാത്ത സാർ, നിങ്ങൾ ഇൻഫ്ലേഷൻ വരുത്തിയാൽ, എക്സ്പെൻഡിച്ചർ ഇൻഫ്ലേഷൻ വഴിയാണല്ലോ ടാക്സ് ഇവേഷൻ വരുത്തുന്നത്. നിങ്ങൾക്ക് 100 രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി 50 രൂപയുടെ ചെലവ് നിങ്ങൾ പെരുപ്പിച്ച് കാണിച്ചു. അപ്പോൾ 100 രൂപയുടെ ലാഭം ഉണ്ടാക്കാനാണ് കമ്പനി അത് ചെയ്തത്. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് ആ ആർഗ്യുമെന്റ് തന്നെ ഇറ്റ്സെൽഫ് ഈസ് ലോജിക്കലി കൗണ്ടർ പ്രൊഡക്റ്റീവ്. അതല്ല ഇവിടെ അന്വേഷിക്കുന്നത്. നിലവിൽ 447 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് കമ്പനി നിയമത്തിന്റെ. 2013 കമ്പനി നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ അനുസരിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം 206 വകുപ്പ് പ്രകാരമുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. 206 പ്രകാരം അന്വേഷണം എന്ന് പറയുന്നത് രേഖകൾ വിളിച്ചു വരുത്തുകയാണ്. ആര് വിളിച്ചു വരുത്തുന്നു? രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഈ കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഒന്ന് ബാംഗ്ലൂരിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ആ രജിസ്ട്രാർ ഓഫ് കമ്പനി ഏതന്വേഷണം നടത്തി? എക്സാലോജിക്കിന്റെ രേഖകൾ ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനി ആവശ്യപ്പെട്ടത് CMRLന്റെയും KSIDCയുടെയും വിവരങ്ങളാണ്. അതിൽ KSIDC വിവരം കൊടുത്തിട്ടില്ല എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അല്പസമയം മുമ്പ് അഡ്വക്കേറ്റ് K. സലൻകുമാർ പറഞ്ഞത് ജനുവരി 3-ം തീയതി രജിസ്ട്രേഡ് പോസ്റ്റായിട്ട് തന്നെ KSIDC മറുപടി നൽകിയിരിക്കുന്നു. ആ മറുപടിയിൽ പക്ഷേ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. ഉത്തരവിൽ പറയുന്നത് മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ജനുവരി 3-ം തീയതി KSIDC മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാദം അവിടെ അവസാനിച്ചു. ഇനി CMRLന്റെ കാര്യത്തിൽ ഈ 206 പ്രകാരമുള്ള അന്വേഷണമാണ് നടന്നത്. ആ അന്വേഷണത്തിലാണ് വേഗ് ആൻഡ് ഇവേസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേഗ് എന്ന് പറഞ്ഞാൽ അവ്യക്തം, ഇവേസീവ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്താണ് പരാതിക്കാരുടെ ആവശ്യം? 212 സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിക്കണം. അതാണ് പരാതിക്കാരനായ ഷോണിന്റെ ആവശ്യം. പരാതിക്കാരെ മുഴുവൻ ആളുകളും, ഷോൺ മാത്രമല്ല 2 CA കൂടി ഉണ്ട് ഈ കേസിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PR ശിവശങ്കർ പറഞ്ഞത് അങ്ങനെയാണ്, നേരിട്ട് എനിക്കറിവില്ല. അങ്ങനെയാണെങ്കിൽ 212 സെക്ഷൻ 212 പ്രകാരം ഗുരുതരമായ ഫ്രോഡ് ഈ കേസിൽ, ഫ്രോഡുലൻസ് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്നും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നും പറഞ്ഞു നൽകിയ പരാതി തള്ളി. പകരം എന്ത് ചെയ്തു? 210 പ്രകാരം
ഈ കോർപ്പറേഷൻ കാര്യ മന്ത്രാലയത്തിന് അഥവാ കമ്പനി കാര്യ മന്ത്രാലയം 210 പ്രകാരം അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഷോണിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഷോൺ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കുമെന്നാണ്. ആ. നേരിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസിൽ അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ഏതൊരു പൗരനും കൊടുക്കാവുന്ന പരാതിയാണ്. നിങ്ങൾക്ക് എങ്ങനെ പരാതി? ഷോണിന് കൊടുക്കാൻ പറ്റുന്നത് KSIDCയിലെ പരാതിയിൽ മാത്രമാണ്. അതാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഇതിൽ പരാതി എങ്ങനെ നിൽക്കുക? ഇതിൽ ഈ സെക്ഷൻ 447 പ്രകാരം ഇതിൽ 3 തരത്തിലുള്ള ഫ്രോഡിനസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഈ കമ്പനി ഒരു റോങ്ഫുൾ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടാവണം എന്ന് ആർക്ക് പരാതി ഉണ്ടാവണം? ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾക്ക് പരാതി ഉണ്ടാവണം. അല്ലെങ്കിൽ റോങ് ലോസ് ഉണ്ടാക്കിയിരിക്കണം, അതും ഡയറക്ടർ ബോർഡിലെ ഹോൾഡേഴ്സിനായാലും അത് ആവാം. ഷോണാണ്. അല്ല, അത് KSIDC അല്ലേ? KSIDC അല്ലേ? KSIDCയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ പരാതി നിൽക്കില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കണ്ടന്റ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് രണ്ടുമുണ്ടെങ്കിലും ഇത് ഈ പറയുന്ന റോങ്ഫുൾ ഗെയിനോ റോങ്ഫുൾ ലോസോ സംഭവിക്കുന്നില്ല എങ്കിൽ പോലും ഇത് നിൽക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ഫ്രോഡുലൻസ് അവിടെ നടന്നു എന്ന് അതിനുള്ളിൽപ്പെട്ടവരാരെങ്കിലും പരാതി കൊടുക്കണം. അതാണ് 447 പ്രകാരം. അത് ഇതിനകത്ത് നേരിട്ട് കണ്ടെത്താൻ കഴിയില്ല. ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം മാത്രമല്ല, 4 മാസത്തിൻ്റെ കാലതാമസം. ഈ 3 പേരും ഇതെല്ലാം ഓൺലൈനിലൂടെ ലഭ്യമാവുന്ന ഡോക്യുമെൻ്റാണ്. എക്സാലോജിക് എന്ന കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. 2018 ആ കമ്പനി ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. 2014 കമ്പനി തുടങ്ങുന്നത്. 2014 തുടങ്ങുന്നത്. എങ്ങനെയാണ് ഒരു കമ്പനി ക്ലോസ് ചെയ്യാൻ കഴിയുക എന്ന് കൂടെ പറഞ്ഞു കൊടുക്കൂ. അല്ല, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. ആ കമ്പനി ക്ലോസ് ചെയ്യുന്നത് തന്നെങ്കിൽ ആ ക്ലോസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പരാതി ആർക്കും ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 2018 ക്ലോസ് ചെയ്തൊരു കമ്പനിയെക്കുറിച്ച് കേവലം 4 വർഷം മാത്രം പ്രവർത്തിച്ച കമ്പനി, അതിൽ 2 വർഷം മാത്രമാണ് LDFിൻ്റെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചത്, അതിൽ ലാഭത്തിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലഘട്ടമാണ്. അപ്പോൾ ആ കമ്പനിയെക്കുറിച്ച് 4 മാസം എടുത്ത് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ആ 4 മാസത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അപ്പോൾ 3 പോയിന്റുകൾ. ഒന്ന്, ഷോൺ ജോർജിൻ്റെ വ്യക്തിപരമായ ആവശ്യം. 2, ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാലതാമസം വന്നു. രജിസ്ട്രാറുടെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ 3 മാസം കാലതാമസം വന്നു. കോടതി ഇടപെടൽ ഉണ്ടാവേണ്ടി വരുന്നു. കോടതി ഇടപെടൽ ഉണ്ടാവുന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണം വരുന്നത്. മൂന്നാമത്തത് ഈ 4 മാസം എന്ന് പറയുന്ന കാലാവധി. ഇത് കൊണ്ട് തന്നെ അതിനകത്തൊരു രാഷ്ട്രീയ പ്രേരിതമാണ് നിലവിലെ അന്വേഷണം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അരുൺ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് എന്ന് പറയുന്നത്, നോക്കൂ, ഇക്കാര്യത്തിൽ ഒരു ROCയുടെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനോട് കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1.72 കോടി രൂപ 3 വർഷത്തെ കോൺട്രാക്റ്റ് തുകയാണ് കേട്ടോ. 3 വർഷം കൊണ്ട് 1.72 കോടി രൂപ നൽകിയ ഒരു വിഷയത്തിൽ ROC, ഡെപ്യൂട്ടി ROC കർണാടക, ഡെപ്യൂട്ടി ഡയറക്ടർ RD ചെന്നൈ, ROC പുതുച്ചേരി, ഈ 3 ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു സംഘമാണ് അന്വേഷണം നടത്തുന്നത്. 1.72 കോടി 3 വർഷത്തെ കോൺട്രാക്റ്റ് തുകയുടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ മേലിൽ അന്വേഷിക്കാൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മുതിർന്ന ROC ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്തു വരാൻ പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് പുറത്തു വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, നേരത്തെ ഷോൺ ജോർജ് പറഞ്ഞതായി അരുൺ ഉദ്ധരിച്ച വ്യക്തിപരമായ വൈരാഗ്യമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് രാഷ്ട്രീയ വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിലൊരു പൂർണ്ണതയാകും. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഇപ്പോഴും അവർ സംഘപരിവാറും CPM തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നത്? ഇക്കാര്യത്തിൽ ഒന്നും കണ്ടെത്താനാകില്ല എന്നുള്ളത് സ്വാഭാവികമായി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു പോവുകയാണ്. നോക്കൂ, നമ്മളിത് നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമുക്കറിയാം. ഇവിടെ എത്രയധികം പരിശോധനകളാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്, എന്തൊക്കെ നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഒന്ന്, വീണയെ കേൾക്കാതെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണഗതിയിലുള്ള ഒരു പൗരൻ്റെ അവകാശമുണ്ടല്ലോ, ഒരു കമ്പനിയുടെ അവകാശമുണ്ടല്ലോ, അത് അവിടെ നിഷേധിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപം ആ ഘട്ടത്തിൽ തന്നെ വീണ വിജയൻ്റെ അച്ഛൻ്റെ പാർട്ടിയായിട്ടുള്ള CPM ഉന്നയിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഉണ്ടായിട്ടുള്ളത്? കേരള രാഷ്ട്രീയം ആകെ അത് ചർച്ച ചെയ്തിരുന്നു. വീണ IGST അടച്ചിട്ടില്ല എന്നുള്ള ഒരു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ ഒരു MLA കൂടിയായിട്ടുള്ള മാത്യു കുഴൽനാടൻ ഉന്നയിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് മുഴുവൻ അടച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നു. ധനമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ധനമന്ത്രി അത് പരിശോധിക്കുകയും
IGST അടച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലേക്ക് വിഷയം പോയി എന്നുള്ളതാണ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അത് പരിഗണിക്കാൻ പോലും കൂട്ടാക്കാതെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് എന്താ സംഭവിച്ചിട്ടുള്ളത്? കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ഒരു കളമശ്ശേരിക്കാരൻ കൊടുത്ത പരാതി എത്തി എന്നുള്ളതാണ്. അവിടെയും ഗിരീഷ് കുമാറിൻ്റെ പരാതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പിന്നീട് അത് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി ഹൈക്കോടതി അത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ഇത് നോക്കൂ, ഇത് ഈ ഒരു നീക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷവും എന്താ സംഭവിച്ചിട്ടുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഉമ്മൻചാണ്ടി, RC, IK, PK തുടങ്ങിയ PV തുടങ്ങിയ ആളുകൾക്ക് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഘട്ടം ചർച്ചയിലും ആവർത്തിച്ചുന്നയിച്ച വിഷയമാണ്. പിണറായി വിജയൻ എന്ന PVക്കോ അല്ലെങ്കിൽ RCയോ OCയോ IKയോ PKയോ ആയിട്ടുള്ള UDF നേതാക്കൾക്കോ 20,000-ന് മുകളിൽ പണം നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. പിണറായി വിജയൻ എന്ന CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് 20,000-ന് മുകളിൽ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് വിഷയമാണ്. പക്ഷേ ആ കാര്യത്തിൽ പിടിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അന്വേഷണ ഏജൻസികൾ പോലും അവിടേക്ക് എത്തുന്നില്ല. നോക്കൂ, അവിടെ ഞാനൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഇതിൻ്റെ ഒരു ഇൻട്രീം സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇൻട്രീം സെറ്റിൽമെൻറ്റിൽ നേരത്തെ കർത്ത തനിക്ക് ഇളവ് നൽകണം എന്നാവശ്യപ്പെട്ട 70% തുക, ആ 70% തുകയ്ക്ക് അദ്ദേഹത്തിന് ഇളവ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് PV മുതൽ PK വരെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ഞാൻ ഇത്രയധികം രൂപ കൊടുത്തിരിക്കുന്നു. അത് എത്രയാണ്? 16 കോടിയാ മറ്റോ ആണെന്ന് തോന്നുന്നു. 16 കോടി രൂപ കൊടുത്തിരിക്കുന്നു എന്ന് പറയാണ്. അത് നിയമവിധേയമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം കൊടുത്തു എന്ന് പറയാം. അരുൺ ഉന്നയിക്കാൻ പോകുന്ന വാദം എനിക്കറിയാം. ജെയിൻ കമ്മീഷൻ അന്വേഷണത്തിൽ ഇങ്ങനെയുള്ള തുണ്ടുകടലാസ് കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഇവർക്ക് നികുതി ഇളവ് നൽകിയിട്ടുള്ളത്? അല്ല, ആദായ നികുതി ഇളവ് നൽകിയിരിക്കുന്നത് ഇല്ല. IT ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് പാർട്ടി ക്ലെയിം ചെയ്തിട്ടുണ്ടോ അറിയില്ല. ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് അക്കാര്യത്തിൽ പിന്നീട് ആർക്കും ഒരു വേവലാതി ഇല്ലല്ലോ അരുൺ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ നേതാക്കളെ അല്ല, മാധ്യമങ്ങൾക്ക് 18 കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അഡ്വർടൈസ്മെന്റ് ആൻഡ് എന്താണ് സർക്കുലേഷനോ എന്നാണ് പറഞ്ഞത്. അല്ല, അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അഡ്വർടൈസ്മെന്റിന് കൃത്യമായ ഇൻവോയ്സ് ഉണ്ടാകണം, കൃത്യമായ രീതിയിൽ ബില്ല് വരണം, കൃത്യമായ രീതിയിൽ അത് മാധ്യമ സ്ഥാപനത്തിന്റെ ഇതിന് ബാലൻസ് ഷീറ്റിലും കാര്യം ഉണ്ടാകണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അമ്പലങ്ങൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് നിങ്ങൾ എനിക്ക് ആദായ നികുതി ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കർത്ത ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലേക്ക് പോയിരിക്കുന്നതിൻ്റെ 70% അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹത്തിന് ആ കാര്യങ്ങളിലൊരു ഇമ്മ്യൂണിറ്റി നൽകുകയും ചെയ്തിട്ട് ഈ പറയുന്ന 1.72 കോടി രൂപയുടെ കാര്യത്തിനകത്ത്, അത് 3 വർഷം കൊണ്ട് കൊടുത്ത തുകയുടെ കാര്യത്തിനകത്ത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഇൻവോയ്സ് കൊടുത്ത്, സർവീസ് കൊടുത്ത്, ആ ഇൻവോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് ക്രിയേറ്റ് ചെയ്ത്, ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് നടത്തി, അതിന് IGSTയും GSTയും TDSും അടച്ച് അത്രയും ട്രാൻസാക്ഷൻ്റെയും കരാറിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ഇല്ലീഗലായ ഡീല് നടന്നിട്ടുണ്ടോ എന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ROC ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ അരുൺ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പറയുന്ന 210(1)(c) പ്രകാരം നിങ്ങൾക്ക് എന്താ അന്വേഷിക്കാൻ കഴിയുക? ഒരു കമ്പനിയുടെ പ്രവർത്തനം മാത്രമാണ് അന്വേഷിക്കുക. ഇവിടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രവർത്തനത്തിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വരി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ സർവീസ് നൽകിയതായി തൻ്റെ അറിവിലില്ല എന്ന് പറഞ്ഞ ഒരു മൊഴി എടുത്തു വെച്ചിട്ട് ROC അന്വേഷണം നടത്തുന്നത് എങ്ങനെയാണ്? ഈ കമ്പനി വൈൻഡപ്പ് ചെയ്ത കമ്പനിയാണ്. എങ്ങനെയാണ് ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുക? എനിക്ക് എൻ്റെ കമ്പനി വൈൻഡപ്പ് ചെയ്യണം, എനിക്ക് ടാക്സ് അടക്കാനുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഓബ്ലിഗേഷൻ ഉള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ആ കമ്പനി അങ്ങ് കയറി വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പൂർണ്ണമായും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ ബോധ്യപ്പെടുത്തണം എൻ്റെ കമ്പനി സുതാര്യമായിട്ടാണ് പ്രവർത്തിച്ചത്, എൻ്റെ കമ്പനി നഷ്ടത്തിലാണ്, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തില്ല, പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ മുഴുവൻ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് ഈ കമ്പനി കാര്യവുമായി ബന്ധപ്പെട്ട് യാതൊരു കേസും ഇല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ
രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തീരുമാനമെടുത്ത വിഷയത്തിൽ വീണ്ടും കമ്പനി അഫയേഴ്സ് ചർച്ച നടത്തും. വളരെ നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നോക്കൂ, ഇങ്ങനെ ഒരു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയിട്ടുണ്ടല്ലോ. ഒരു സർവീസും നൽകാതെയാണ് അതും സമൂഹത്തിൽ സ്വാധീനമുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റിയുടെ മകളായതുകൊണ്ടാണ് എന്നുള്ളൊരു അതിൻ്റെ മുകളിൽ ഒരു അന്വേഷണം നടക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. കാരണം അവിടെ ഈ കമ്പനി അഫയേഴ്സിലേക്ക് അന്വേഷണം വരുമ്പോൾ ഇനി വീണ വിജയൻ്റെ കൂടി ഭാഗം കേൾക്കണമല്ലോ, CMRL കൂടി ഭാഗം കേൾക്കണമല്ലോ. കാരണം CMRL പറയുന്നത് എന്താണ്, ഞങ്ങൾ ആദ്യം ആ വെപ്രാളത്തിൽ കൊടുത്ത മൊഴിയല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ വിത്ത് പ്രൂഫ് ഞങ്ങൾ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ആ സത്യവാങ്മൂലമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. അതെന്തായാലും ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അംഗീകരിച്ചിട്ടില്ല. ഇനി അവർക്ക് ഈ പറയുന്ന കമ്പനി അഫയേഴ്സിനെ സമീപിക്കാം. ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്ന്. ഒറ്റ കാര്യം, അതായത് ഈ ഡോർമെന്റ് ആണ്, എക്സാലോജിക് ഡോർമെന്റ് ആണ് എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാലപരിധി ഉണ്ടല്ലോ, അത് ഈ പറയുന്ന പോലെ 2018 അല്ല. ഈ വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ അതിൻ്റെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഒരു കമ്പനി, സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒരു കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നത് ഒരു ഡിക്ലറേഷനിലേക്ക് എത്തണം. അതായത് ഡോർമെന്റ് ആണ് എന്നത് അറിയിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനി അഫയേഴ്സിന്റെ ഡോക്യുമെന്റ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ ഡോക്യുമെന്റ് അനുസരിച്ചുകൊണ്ട് വീണയുടെ ഫേം അത് ഡോർമെന്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2022 അവസാനം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് അപ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള പോയിന്റിലേക്കാണ് സൂചി വരുന്നത്. അതായത് ഞാൻ എൻ്റെ കമ്പനി 2014 അവസാനിപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി സുതാര്യമായി ആ കമ്പനി ഡോർമെന്റ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി ആ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആ അന്വേഷണത്തിനിടയിലും എന്നെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ആ നിലയിൽ എനിക്ക് തോന്നുന്നു അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കൂടി വരുമ്പോൾ ഇതിലൊരു അന്വേഷണം, അതായത് ഇതിനകത്ത് അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പറയുന്ന ഡോർമെന്റ് സ്റ്റാറ്റസ് അതടക്കമുള്ള കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യുന്നത് മിനിസ്ട്രി തന്നെയാണ്. അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ സുജിയൊക്കെ കുറച്ചു കാലമായില്ലേ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നു. ഈ നിങ്ങളുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ വേണ്ട, നമ്മൾക്കൊന്നും പരിചയമുള്ള ആളുകളുടെ കമ്പനിയുടെ മേലെ ഒരു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ വിടുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? പത്രത്തിൽ ഒരു 10-100 വാർത്ത ഉണ്ടാവുമല്ലോ ഒരു ദിവസം, ഒരു പത്രത്തിൽ. അങ്ങനെ ഒരു 5-8 പത്രമൊക്കെ സുജയ പാർവതി വായിക്കുന്നുണ്ടല്ലോ ഒരു ദിവസം. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കമ്പനിയുടെ 1.72 crores 3 വർഷത്തെ എഗ്രിമെൻറ്റിൽ ഒരു 3 ഉയർന്ന ദക്ഷിണേന്ത്യൻ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കാൻ തീരുമാനിച്ചു? കമ്പനിക്കാര്യ മന്ത്രാലയം എന്ന് പറയുമ്പോൾ അതിനകത്ത് മാത്രമല്ല, അവർ 4 മാസം വളരെ സ്ഫടികം പോലെ പറഞ്ഞിരിക്കുകയല്ലേ. 4 മാസം എന്ന് പറയുന്നത് എന്താ? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ തന്നാൽ മതി, സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്കുകളിലേക്ക് വരും. അതായത് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഞാൻ അതുകൊണ്ടാണ് അത് ചെക്ക് ചെയ്തത്. എക്സാലോജിക് സൊല്യൂഷൻസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഡോക്യുമെൻ്റ് അനുസരിച്ച് ഡോർമെൻ്റ് ആയിരിക്കുന്നത് നവംബർ 30, 2022 നവംബർ 30-നാണ്. വീണ ഇതിനായിട്ടുള്ള റിക്വസ്റ്റ് പുട്ടപ്പ് ചെയ്യുന്നത് നവംബർ 3-ാം തീയതിയാണ്. അതായത് 2022 നവംബർ 3-ാം തീയതി മാത്രമാണ് വീണ ഈ കമ്പനി ക്ലോസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ റിക്വസ്റ്റ് പുട്ടപ്പ് ചെയ്യുന്നത്. അതായത് പിന്നെ ഈ 2022 ഫിനാൻഷ്യൽ റിപ്പോർട്ട് അതിൽ നിന്ന് വരുന്ന വ്യക്തമായ കണക്കനുസരിച്ച് ആ ഒരു വർഷത്തിൽ 82,257 രൂപ മാത്രമാണ്, കോടിയല്ല, 82,257 രൂപ മാത്രമാണ് ക്ലോസ് ചെയ്യുന്ന ഇയറിലെ ഈ സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം. അതിന് മുൻപത്തെ വർഷം 5,72,000 CMRLുമായുള്ള കോൺട്രാക്റ്റിലേക്ക് പോകുന്നത് എന്നാണ്? ശശിധരൻ കർത്തയിലേക്ക് 2016-ലും 2017-ലുമാണ്. ആ സമയത്ത് മാത്രം ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ഉള്ളത് 40 ലക്ഷവും 30 ലക്ഷവുമാണ്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഈ കാര്യങ്ങളിൽ, അതായത് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ മുന്നിലുള്ളപ്പോൾ അതിലൊരു വ്യക്തത വരേണ്ടത് ആവശ്യമല്ലേ? വേണം, അറഞ്ചം പുറഞ്ചം വേണം. ആ വ്യക്തത അങ്ങനെ ചെറുതായിട്ട് വ്യക്തത വന്നാൽ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കടമ്പകൾ വീണ വിജയൻ, തൈക്കണ്ടി വിജയൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതും കൂടെ കടക്കട്ടെ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിന്മേലെ ഒരു അന്വേഷണം ആവശ്യമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ കമ്പനി അഫയേഴ്സിൻ്റെ ഈ അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്തു. കാരണം എനിക്കറിയണം ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകള് ഏതെങ്കിലും തരത്തിൽ ഒരു തൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തെറ്റായ പ്രവണത ഉണ്ടായിട്ടുണ്ടോ, അന്വേഷണം ഉണ്ടായാൽ മതി. അതെ, ഇത് വീണ വിജയന് മാത്രമല്ല, ഇത് CMRL എന്ന് പറയുന്ന കമ്പനി അവർ പറയുന്നു, അവരുടെ ആ CMRLന്റെ ജനറൽ സെക്രട്ടറി തന്നെ KSIDCയുടെ കാര്യത്തിലേക്ക് വന്നാൽ, KSIDC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഒരു AG കണ്ണുണ്ട്.
ഉണ്ട് അതിനകത്ത്. നിങ്ങൾ AGയോട് ചോദിച്ചാൽ മതി അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ. പക്ഷേ വ്യവസായ മന്ത്രി മിണ്ടുന്നില്ല. അല്ലല്ല, എന്തിനാ വ്യവസായ മന്ത്രി വിടണം? വ്യവസായ മന്ത്രി ഉണ്ടാവാൻ പാടില്ലല്ലോ. മാത്യു കുൽനാടനോട് ചോദിക്കൂ, ആദ്യത്തിന് മറുപടി ഉണ്ടോ എന്ന് ഓക്കെ. GST വിഷയത്തിൽ. അല്ല, മാത്രമല്ല വ്യവസായ മന്ത്രി കയറിയിട്ട് എന്ത് പ്രതികരിക്കാനാണ്? വ്യവസായ മന്ത്രിയുടെ വകുപ്പിന്റെ കീഴിലുള്ള ഹരീഷ്, എനിക്കൊന്നു ഹരിയാന്ന് തോന്നുന്നു എന്റെ. അല്ല, ആയിക്കോട്ടെ. അത് നോക്കൂ, ഒരു MDയെയും ഒരു ചെയർമാനെയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവര് കോടതിയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കുന്ന രേഖകൾക്ക് മുമ്പായി വ്യവസായ മന്ത്രി എന്ത് പറയാൻ? ഓക്കെ, അതിൽ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആർഗ്യുമെന്റ്, ആ ഒരു ആർഗ്യുമെന്റിൽ ഒരു ക്ലാരിറ്റി വരേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, കാരണം ഈ 2017-20 കാലഘട്ടത്തിൽ വീണ വിജയനും എക്സാലോജിക്കും വാങ്ങിയ ഈ 1.72 കോടി അത് ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആണ് എന്നതാണ് ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത്. മാസപ്പടി എന്നാണ് അതിനെ ടേം ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് എന്നതിലും ഒരു വ്യക്തത വരേണ്ടതല്ലേ? അല്ല, അത് രണ്ട് കമ്പനികളുടെ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് പ്രകാരം കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ളതാണ് കമ്പനിയുടെ അവകാശവാദം. ഇത് CMRL കമ്പനിയുടെ അവകാശവാദവും എക്സാലോജിക് എന്ന കമ്പനിയുടെ ഞാൻ കൊടുത്തും ടാക്സ് കൊടുത്തുമാണ് ആ സേവനം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സേവനം, അതായത് ഇവർ പറയുന്ന സേവനം എന്താണ്, കോട്ട് ചെയ്യുന്ന സേവനം എന്താണ്? അതിലാണ് നമുക്ക് സംശയമുള്ളത്. അതെ, അതിൽ IT, മാർക്കറ്റിംഗ് കൺസൾട്ടൻസി, സോഫ്റ്റ്വെയർ സർവീസസ്, മെയിൻ്റനൻസ് ഉണ്ട്, കൺസൾട്ടൻസി ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്. ഈ മൂന്നും അഡ്വൈസ് മാത്രമാണോ എനിക്ക് കൊടുത്തത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ എക്സ്പെർട്ട് അഡ്വൈസ് എനിക്കുണ്ട്. ഇപ്പോൾ എൻ്റെ എക്സ്പെർട്ട് അഡ്വൈസിന്റെ മൂല്യം നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിനെ എതിർക്കാൻ പറ്റും? ഞാനും സുജയ പാർവതിയും ഡോക്ടർ അരുൺ പറയുന്ന ഇതേ വാദം തന്നെയാണ്. സുജയ പാർവതിയും തമ്മിലൊരു കോൺട്രാക്ട് വെക്കുന്നു. അതൊരു ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ആണ്. ആ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് പ്രകാരം സുജയ പാർവതിക്ക് ഈ പ്രസന്റേഷൻ സഹായിക്കാൻ ഞാൻ റിസർച്ച് ചെയ്ത് തരണം. അങ്ങനെ ഒരു കൺസൾട്ടൻസി എനിക്ക് തന്നാൽ ഞാൻ കൺസൾട്ടൻസിക്ക് 1 കോടി രൂപ വിലയിടുന്നു. അത് സുജയ്ക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ലീഗൽ ആണെങ്കിൽ, അത് ടാക്സ് കൊടുത്താൽ, പ്രൈവറ്റ് കമ്പനി ഇൻഡിവിജ്വൽസ് അല്ല, പ്രൈവറ്റ് കമ്പനീസ്, അത് ചട്ടപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ആർക്കാ തടസ്സം? നികേഷ് കുമാറിന്റെ എന്താ അവകാശം എന്റെ അടുത്ത് ചോദിക്കാൻ? താങ്കളുടെ മൂല്യത്തെ, താങ്കളുടെ അഡ്വൈസിന് 1 കോടി രൂപ മൂല്യമുണ്ട് അരുൺകുമാർ എന്ന് ചോദിക്കേണ്ട? മാത്രമല്ല, ഇപ്പോൾ അരുൺ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കമ്പനി 100 രൂപ ശമ്പളം തന്നത്, എനിക്ക് 80,000 രൂപയല്ലേ ഉള്ളൂ, അല്ല 80 രൂപയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാൻ മറ്റൊരാൾക്ക് സുജയ്ക്ക് പറ്റും. സുജയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. സുജയ്ക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് റേസ് ചെയ്യാം. താങ്കൾ 1 കോടി രൂപ എന്നിൽ നിന്ന് വാങ്ങിച്ചിട്ടും താങ്കൾ എനിക്ക് തന്നത് 10 രൂപയുടെ പോലും അഡ്വൈസ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഇതിൽ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുൻപ് CMRLന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു വാദവും ഇത് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ്. അതെ, ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന അജിത് കർത്തയാണെന്ന് തോന്നുന്നു. അജിത് കർത്തയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നത് സമാന രീതിയിലാണ്. ഞങ്ങൾക്ക് സേവനം കിട്ടിയിട്ടുണ്ട്, അതിന് തത്തുല്യമായ തുക ഞങ്ങൾ കൊടുത്തു, പണം കിട്ടി, അതിന്റെ ടാക്സ് അടച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ഷോണിന്റെ ഈ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ വീണ്ടും തിരിച്ചടിക്കാൻ പോകുന്ന അവിടെയാണ്. കാര്യം ഇതെല്ലാം CMRL ചെയ്തത് ലാഭം ഉണ്ടാക്കാനാ. അപ്പൊ ആ ക്ലെയിം നിൽക്കില്ല. അല്ല, ഇതിലിപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കൈമാറ്റം നടന്നു എന്നതിലൊരു വ്യക്തത വരട്ടെ. ബന്ധത്തിന്റെ പേരിൽ എന്നുള്ളത് വിത്തൗട്ട് എവിഡൻസാ. അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ജെയിൻ കേസ് വരുന്ന സമയത്ത് ഈ തുണ്ട് കടലാസിൽ എഴുതിയ ഞാൻ പറഞ്ഞത് എനിക്കിതിനകത്ത് ആകെയുള്ള ഒരു കൺസേൺ എന്താണ്, ഞാൻ ഇതിൽ കാണുന്നത് സ്പ്രിംഗ്ലർ എന്ന കമ്പനി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടച്ചുപൂട്ടുന്നു. ശരി, അതെന്തോ ആവട്ടെ. പക്ഷെ അതിന് മുൻപിൽ ഈ എക്സാലോജിക് എന്ന കമ്പനി സ്പ്രിംഗ്ലറുമായി ചില വിവാദങ്ങൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെടലുകളുണ്ടോ? അങ്ങനെ 8ഓളം സ്ഥാപനങ്ങളെന്നാണ് ഷോൺ പറയുന്നത്. എനിക്കറിയില്ല. നമ്മുടെ മുമ്പിൽ ഈ സ്പ്രിംഗ്ലറും ഇത് മാത്രമാണ്. നമുക്ക് ഈ അന്വേഷണം പൂർത്തിയായാലും ഇതിലൊരു വ്യക്തത. അന്വേഷണം വരട്ടെ. ഈ 210(1)(c) പ്രകാരം അന്വേഷിക്കാൻ കഴിയും. നിങ്ങൾക്ക് സ്പ്രിംഗ്ലറുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ കമ്പനികളുമായിട്ട്? അതൊക്കെ എന്റെ ഇഷ്ടം. എന്റെ കമ്പനിയിൽ ആരുമായിട്ട് ഞാൻ ഡീൽ ചെയ്യണമെന്ന് അതൊന്നും അന്വേഷിക്കാൻ കഴിയില്ല. അതൊന്നും അന്വേഷണ പരിധിയിലും വരില്ല. മാത്രമല്ല, അതിന് പരാതി വേണം. ഈ KSIDCയുടെ ദുർബലമായ പരാതിയാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ ഘട്ടം പറഞ്ഞത്. ഈ KSIDCക്ക് നഷ്ടമുണ്ടാക്കി എന്നുള്ളൊരു ആരോപണം ഒരു പൊതുപ്രവർത്തകനായ ഷോൺ ജോർജ് കൊടുത്തത് മുഖവിലേക്ക് എടുക്കുമ്പോഴും അതിനകത്ത് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ 3 മാസം താമസിപ്പിച്ചത്. പിന്നീട് ആണ് ഇങ്ങനെ രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ നടപടികൾ വരുന്നത്. നമുക്ക് നോക്കാം. പക്ഷേ എന്തായാലും ഈ അന്വേഷണം സ്പൈസിയാണ് കേട്ടോ. ഈ വിഷയം സ്പൈസിയാണ്. മുഖ്യമന്ത്രി, മാസപ്പടി, വീണ വിജയൻ, പേരുകളൊക്കെ നല്ലതാ. അത് പോസ്റ്റർ അടിക്കാൻ നന്നായിരിക്കും. പോസ്റ്റർ അടിക്കാനും അതിൽ ലോജിക് ഉണ്ടോ എന്നുള്ളത് സംഘത്തിന്റെ കാര്യം. അന്വേഷണത്തിന്റെ മുന്നിൽ നിൽക്കുകയല്ലേ മുഖ്യമന്ത്രിയുടെ മകൾ പിണറായി വിജയൻ. ഈ ഘട്ടത്തിൽ പൊളിറ്റിക്കൽ ക്യാമ്പയിന് നന്നായിട്ട് പക്ഷേ ഈ ഘട്ടത്തിൽ വീണ പാവാട എന്ന് ഞാൻ പറയുന്നില്ല. അന്വേഷണം നടക്കട്ടെ. അവർ ആ കമ്പനി പൂട്ടിപ്പോയി. ആ കമ്പനിയുടെ പിന്നിൽ എന്ത് നടന്നു എന്നുള്ളത് അന്വേഷിച്ച് തെളിച്ചു വരട്ടെ. അന്വേഷണം പൂർത്തിയാവും. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം എന്തായെന്നോ അതും ഇടക്ക് പറഞ്ഞു. അതുകൊണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്തുന്നു. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന ചോദ്യം യെസ് എന്ന് 2, നോ എന്ന് 1. ഞാൻ Meet the editors.